ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? മുത്തുണികൾ എല്ലാവർക്കും സുഖമാണോ? സുഖമായിട്ടിരിക്കുക കരുതുന്നു. അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ട് റാഹത്തായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഡെയിലി ഇടുന്ന വീഡിയോ പോലെ തന്നെയാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫാണെന്ന് പറയാം. അപ്പോൾ മക്കൾസിൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞു, പേപ്പറൊക്കെ കിട്ടി, മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സന്തോഷത്തിലാണ് നമ്മളെ കൊച്ചൂസ്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നിൻ്റെ പരീക്ഷ പേപ്പർ കിട്ടിയിരിക്കണം. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് ഫുൾ മാർക്കാണോ ഇതാണ് എനിക്ക് പറയണമെന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ലാസ്റ്റ് എനിക്ക് ഫുള്ളിൽ എ ഗ്രേഡാണ്. എല്ലാവർക്കും ആശംസകൾ. അപ്പോൾ അവളെ പേപ്പർ കിട്ടിയ റിസൾട്ട് എല്ലാവരും ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്താണ്. അപ്പോൾ ഇന്ന് നമുക്ക് കാലത്ത് പുട്ടും കടലക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഉപ്പേരി വെക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരി വെക്കാൻ എടുത്തതിൻ്റെ തണ്ട് കുറച്ച് തളിർത്തതായ കാരണം ഞാനൊന്ന് കുഴിച്ചിട്ടാന്ന് കരുതിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ഇലകളെല്ലാം ഇതാ കുഞ്ഞാന്ന് അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചീര ഇപ്പോൾ ഈ ടൈമിലൊക്കെ ചിലപ്പം കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എങ്കിലും ചീരല്ലേ, ഇലകളല്ലേ, ഹെൽത്തി അല്ലേ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഉപ്പേരിയൊക്കെ വെക്കുന്നതാണ്. പിന്നെ നമുക്ക് നല്ലൊരു സിമ്പിളായിട്ട് നല്ലൊരു വെണ്ടക്ക സാമ്പാറും വെക്കാം കേട്ടോ. വെണ്ടക്ക സാമ്പാർ എന്ന് അറിയാനിട്ടില്ല, ഒരു 3-4 കൂട്ട് ഇതുണ്ടായിരുന്നു ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ് അല്ല, വെണ്ടയ്ക്കും ഇതൊക്കെയുള്ള പച്ചക്കറി കേട്ടോ. പിന്നെ നമ്മൾ ആ ചാച്ചുമോൻ ഇവിടെ നല്ല മീൻ പിടുത്താം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പച്ചമുളക് പൊട്ടിക്കാൻ വന്നപ്പോൾ ഓനെ അവിടെ ഇങ്ങനെ ഒന്ന് മീൻ പിടിക്കേണ്ടത്. അവർക്ക് 24 മണിക്കൂറും ആ ഒരു ചൂണ്ടലെടുത്ത് നടക്കലാട്ടോ പരിപാടി. അപ്പോൾ ഞാനിതാ പച്ചമുളക് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിമൊന്ന് 4 പച്ചമുളക് പൊട്ടിച്ചു. പിന്നെ സവാളയും പരിപ്പും തക്കാളിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഒഴിച്ചിട്ടേ ഇട്ടിട്ട് അങ്ങനെ ഇതാ ഒരു സാമ്പാർ കേട്ടോ. എന്താണെന്നറിയില്ല, ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കിട്ടുന്നില്ല കേട്ടോ. ഭയങ്കര അലർജി കൂടിയിട്ട് ശ്വാസം മുട്ടലാണ്. അപ്പോൾ ഞാൻ കുക്കറിൽ ഒന്ന് വേവിച്ചെടുത്ത്, പിന്നെ നമുക്ക് ഗ്യാസ് ഇല്ലാത്ത കാരണം അടുപ്പത്താട്ടോ. അപ്പോൾ മെയിനായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഭയങ്കര അലർജിയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാതെ ഇരുന്നാലും നമുക്ക് വാച്ചവറൊക്കെ കുറയില്ലെന്ന് കരുതിയിട്ട് ഇങ്ങനെ അടുപ്പത്തുനിന്ന് ചെറിയ വീഡിയോ എടുത്താണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ വെണ്ടക്കയിൽ ഞാനിങ്ങനെ അടുപ്പത്ത് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമ്മളെ കറിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ആകെ ഇളക്കി മറിയണ്ടല്ലോ അല്ലേ. ഞാൻ ഈ വെണ്ടക്ക വയറ്റിയ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു ക്ലിയർ ഇല്ലാത്ത പോലെ ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തതാണ്. എന്നിട്ട് നമ്മൾ വെണ്ടയ്ക്കയും എല്ലാം കൂട്ടിയിട്ട് ഇതാ സാമ്പാറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ചീനച്ചട്ടി വെച്ചു. അതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ സാമ്പാർ പൊടിയും പിന്നെ കുറച്ച് നമ്മുടെ കായപ്പൊടിയും പിന്നെ 2 വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഇത് വറവിട്ടൊന്നും നടക്കില്ല കേട്ടോ. അതാണ് നിങ്ങൾക്ക് ഒരു ഇതില്ലാത്ത. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, അത്ര തന്നെ. അപ്പോൾ ഞാനിതാ പിന്നെ ചീര ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീര ഉപ്പേരി വെക്കുമ്പോൾ ഞാൻ ചിലപ്പം തേങ്ങ ഇടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസവും ഇപ്പോൾ കടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ തന്നെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കുകയാണ്. പിന്നെ നമ്മളിതാ സാമ്പാറും ചീരപ്പേരും ഒരു പപ്പടവും കൂടിയിട്ട് അടിപൊളിയായിട്ട് ചോറൊക്കെ തിന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ വല്യമ്മാൻ്റെ നിസ്കാരക്കുപ്പായും മുസല്ലി അങ്ങനെയുള്ളതൊക്കെ തിരുമ്പാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ തിരുമ്പി ഉണക്കി ഇസ്തിരി ഇട്ട് അതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുകൊടുക്കുക കേട്ടോ. എൻ്റെ വല്യമ്മക്ക് കൊണ്ടുകൊടുക്കുകയാണേ. അപ്പോൾ എൻ്റെ വല്യമ്മാൻ്റെ അടുത്ത് കൊണ്ടുകൊടുക്കുമ്പോൾ ഞാനിതാ ഒക്കെ റെഡിയാക്കി നല്ല ഇസ്തിരിയൊക്കെ ഇട്ട് അവരെ തുണികളൊക്കെ മടക്കുണ്ടാവും കേട്ടോ. അതൊക്കെ നിവർത്തിയിട്ട് ഇസ്തിരി ഇട്ടിട്ട് അങ്ങനെ കൊണ്ടുകൊടുക്കല കേട്ടോ വല്യമ്മക്ക്. ഇടയ്ക്ക് ഞാൻ അവിടുന്ന് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് മാറിയപ്പോൾ ഇങ്ങനെ ചെയ്യാറാട്ടോ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മളെ വല്യമ്മക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അപ്പോൾ വല്യമ്മ എനിക്ക് എന്താ വെച്ചാൽ ചെയ്യുക. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ പ്രായമുള്ള വല്യമാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ വല്യമാൻ്റെ പകരം മിച്ചവും ചായയും കിട്ടിട്ടോ. പൈസ വേണ്ടെന്ന് പറഞ്ഞാലും വല്യമാൻ്റെ അടുത്ത് കിട്ടണ ആ ഒരു 150 100 10 അതൊരു ഭയങ്കര ഹൈറും ബർക്കത്താണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എത്ര ഉള്ളൂ. ഓക്കെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും, ബൈ.